ഹലോ ഗൈസ്, 2 മിനിറ്റ് കൊണ്ട് തറവാട്ടുകാവിലെ ഉത്സവത്തിന്റെ മൊത്തം വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഉത്സവത്തിന്റെ അന്ന് രാവിലെ തന്നെ കാവില് കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടപ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കണം. ഒരു ഡ്രസ് കോഡിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഞാൻ. ചെറുപയർ പച്ച മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപയർ പച്ച ഇട്ട് എല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പച്ചന്റെ ഇടയിൽ കറുപ്പും കാണുന്നുണ്ടല്ലേ, പച്ച തീർന്നു പോയിടോ, അപ്പൊ പിന്നെ കറുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ചോറുണ്ണാൻ വേണ്ടി ഇരുന്നേ. സാമ്പാറും അവിയലും പുളിങ്കറിയും ഉപ്പേരിയും പപ്പടും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ ചൂട് കാരണം അതേ അങ്ങോട്ട് തിന്നാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം നോക്കിയേ, ഞാൻ ആ വെയിലത്താണ് കേട്ടോ ഇരുന്നത്. പിന്നെ പായസം ഉണ്ടായിരുന്നു, അത് പറയാൻ വിട്ടു. ഇത് ചേച്ചീന്റെ അമ്മയാണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും ചേച്ചിയും കൂടെ വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. കാരണം വൈകുന്നേരത്തെ താലപ്പൊലിക്ക് നമുക്ക് സാരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പ്ലീറ്റ് ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉടുക്കാലോ. അങ്ങനെ ആ പണി അവിടെ ചെയ്തു വെച്ച് ഞങ്ങൾ നേരെ പോയി കാവിലേക്ക്. അപ്പോഴേക്ക് ഇവിടെ വെള്ളാട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മുത്തപ്പന്റെ വെള്ളാട്ടാണേ. ചക്കര നോക്കിയ സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നതാണ്. വൈകുന്നേരം ഒരു 4 മണിക്ക് ആകുമ്പോഴാണ് ഈ വെള്ളാട്ട് തുടങ്ങുക. ഇത് മൊത്തം കാണാൻ നിൽക്കൂലാട്ടോ. അതിന്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് താലപ്പൊലിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വരണം. ഇത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. സമയം പോകുന്നതേ അറിയൂല. ഇതുപോലെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഓരോ കളികളൊക്കെ കളിപ്പിക്കും. ഇതില് കുഞ്ഞിമുത്തുണ്ട് കേട്ടോ. ചക്കരന്റെ അനിയനാണ് കുഞ്ഞിമുത്ത്. അങ്ങനെ ആ വെള്ളാട്ട് പകുതി കണ്ട് ഞങ്ങൾ നേരെ പോകുന്നു വീട്ടിലേക്ക്. സാരി ഉടുക്കൽ ഒരു ചടങ്ങാണേ. എനിക്ക് അമ്മ തന്നെയാണ് കേട്ടോ ഉടുത്തു തരാറ്. ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഓറഞ്ച് കളർ ബ്ലൗസ് ആയിരുന്നു കേട്ടോ എല്ലാരും. താലപ്പൊലി സമയത്ത് ഫോണ് കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആരൊക്കെയോ എടുത്ത വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇത്. താലപ്പൊലിന്റെ കൂടെ തന്നെ ഭഗവതി തെറയുണ്ട്. നോക്കി അത് നിൽക്കുന്ന ആ ഒരു നിപ്പ്, ഒന്നല്ല രണ്ടെണ്ണം. എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തെറയാണ് കേട്ടോ ഈ ഭഗവതി തെറ. ഭഗവതി തെറ കഴിഞ്ഞതോടുകൂടെ ഉത്സവപ്പറമ്പൊക്കെ ഒഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ അവിടെ നടന്നത്. നേരെ വെളുക്കുന്ന വരെ തെറകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേന്ന് വെളുപ്പിനുള്ളൊരു വീഡിയോ ആണ്. കലങ്കരിയുടെ കലങ്കരിച്ച് ആ കലം ഇതുപോലെ നമ്മൾ എടുത്ത് തലയിൽ വെച്ച് അമ്പലം ചുറ്റണം. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ച് കലങ്കരി ചെയ്യുന്നത്. ഇതോടുകൂടി ഉത്സവം കഴിഞ്ഞു. ടാറ്റാ.